വില്ലേജ് ലൈറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹിതർക്കും സ്വാഗതം. പ്രണയം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു കുളിർ കോരുന്നില്ലേ? മനുഷ്യരാശിയുടെ ചരിത്രത്തോളം പഴക്കമുള്ള കാലാതീതമായ ഹൃദയങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അദൃശ്യ ശക്തിയാണത്. ചിലപ്പോൾ ഒരു പുഞ്ചിരിയിൽ, ചിലപ്പോൾ ഒരു നോട്ടത്തിൽ, മറ്റു ചിലപ്പോൾ ഒരു സാധാരണ സംഭാഷണത്തിൽ പോലും ഈ പ്രണയം ഒളിച്ചിരിപ്പുണ്ടാവും. ഒരാൾക്ക് മറ്റൊരാളോട്, പ്രത്യേകിച്ച് ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ആകർഷണം തോന്നുമ്പോൾ അത് എങ്ങനെയാണ് പ്രകടമാവുക? വാക്കുകൾക്കപ്പുറം ശരീരം, ഭാവങ്ങൾ, പ്രവൃത്തികൾ എന്നിവയിലൂടെ അവൻ തൻ്റെ ഇഷ്ടം എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? ഇന്ന് നാം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലേക്കാണ് പോകുന്നത്. പ്രായഭേദമന്യേ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ലളിതവും എന്നാൽ ആഴത്തിലുള്ളതുമായ ചില ലക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമുക്ക് ചുറ്റും നോക്കിയാൽ ഈ ലക്ഷണങ്ങൾ പല രൂപങ്ങളിൽ കാണാം. ചിലർക്ക് തങ്ങളുടെ വികാരങ്ങൾ തുറന്നു പറയാൻ എളുപ്പമാണ്, എന്നാൽ മറ്റു ചിലർക്ക് അതൊരു നിഗൂഢതയായിരിക്കും. കാരണം ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. ഓരോ പ്രണയവും വ്യത്യസ്തമായ ഒരു കഥയാണ് പറയുന്നത്. എന്നിരുന്നാലും പൊതുവായ ചില അടയാളങ്ങളുണ്ട്. അവയെക്കുറിച്ചാണ് നാം ഇപ്പോൾ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓരോ ലക്ഷണവും എങ്ങനെയാണ് ഒരു പുരുഷന്റെ ഹൃദയത്തിലെ ഇഷ്ടത്തെ പ്രതിഫലിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, കണ്ണുകളിലെ മാന്ത്രിക ഭാഷയും ശ്രദ്ധയും. ആകർഷണത്തിന്റെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ അടയാളങ്ങളിൽ ഒന്നാണ് കണ്ണുകളിലെ ഭാഷ. ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ആത്മാർത്ഥമായ ആകർഷണം തോന്നുമ്പോൾ അവന്റെ കണ്ണുകൾ അറിയാതെ അവളിലേക്ക് നീങ്ങും. ഇത് കേവലം ഒരു നോട്ടമല്ല, മറിച്ച് അഗാധമായ ശ്രദ്ധയുടെയും താല്പര്യത്തിന്റെയും പ്രതിഫലനമാണ്. അവൾ സംസാരിക്കുമ്പോൾ അവൻ അവളുടെ കണ്ണുകളിൽ നോക്കി നിൽക്കും. അവളുടെ ഓരോ ചലനങ്ങളെയും വാക്കുകളെയും ശ്രദ്ധയോട് വീക്ഷിക്കും. മനഃശാസ്ത്രജ്ഞർ ഇതിനെ ഐ കോണ്ടാക്ട് പ്രൊമോഷൻ എന്ന് വിളിക്കുന്നു. ഇഷ്ടമുള്ള ഒരാളോട് കൂടുതൽ നേരം കണ്ണുകളിൽ നോക്കുന്നത് അടുപ്പം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. നിങ്ങൾ സംസാരിക്കുമ്പോൾ അവൻ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ പൂർണ്ണമായും നിങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ലക്ഷണമാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് അവൻ കാതോർക്കുന്നു. നിങ്ങളുടെ ഭാവങ്ങൾ അവൻ ശ്രദ്ധിക്കുന്നു. ഒരു ചെറിയ ചിരിയിലോ പുരുകൻ ചുളിക്കുന്നതിലോ പോലും അവൻ അർത്ഥങ്ങൾ തേടും. ഒരു റൊമാൻറ്റിക് സിനിമയിലെ നായകനും നായികയും പരസ്പരം നോക്കുന്നത് പോലെ ആഴത്തിലുള്ള ഒരു നിശബ്ദ സംഭാഷണം അവന്റെ കണ്ണുകളിൽ ഉണ്ടാകും. രണ്ടാമതായി, ശരീരഭാഷയിലെ സൂക്ഷ്മമായ മാറ്റങ്ങളാണ്. വാക്കുകൾ പറയാത്ത പല കാര്യങ്ങളും നമ്മുടെ ശരീരം പറയും. ആകർഷണം തോന്നുമ്പോൾ പുരുഷന്റെ ശരീരഭാഷയിൽ സൂക്ഷ്മമായ മാറ്റങ്ങൾ പ്രകടമാകും. അവൻ അവൾക്ക് അഭിമുഖമായി നിൽക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവൾ ഇരിക്കുന്ന ദിശയിലേക്ക് അവന്റെ ശരീരം അറിയാതെ തിരിയും. ഇതൊരു തരം അടുപ്പം തേടലാണ്. സംഭാഷണത്തിനിടയിൽ അവൻ അറിയാതെ അവളിലേക്ക് അല്പം ചാഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. കാലുകൾ അവളുടെ നേരെ ചൂണ്ടിക്കാണിക്കുക, കൈകൾ മാറ്റിവെച്ച് തുറന്ന ശരീരഭാഷ പ്രകടിപ്പിക്കുക എന്നിവയെല്ലാം അവന് നിങ്ങളോടുള്ള അടുപ്പം തോന്നുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. മനഃശാസ്ത്രപരമായി ഇതിനെ മിററിംഗ് എന്നാണ് പറയാറുള്ളത്. അതായത് ഇഷ്ടമുള്ള ഒരാളുടെ ചലനങ്ങളും ഭാവങ്ങളും അറിയാതെ അനുകരിക്കാൻ നാം ശ്രമിക്കും. ഇത് വൈകാരികമായി ഒരു ഒത്തുചേരലിൻ്റെ അടയാളമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു കാര്യത്തിൽ ആവേശം കാണിക്കുമ്പോൾ അവനും ആവേശം കാണിക്കും. നിങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കുമ്പോൾ അവൻ അറിയാതെ നിങ്ങളുടെ ആ ശൈലി അനുകരിക്കാൻ ശ്രമിക്കും. ഈ അബോധപരമായ അനുകരണം അവൻ നിങ്ങളുമായി ഒരാഴത്തിലുള്ള ബന്ധം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. മൂന്നാമതായി, പുഞ്ചിരിയുടെ ആഴവും ആത്മാർത്ഥതയും. പുഞ്ചിരി അതൊരു മാന്ത്രിക വിദ്യയാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ആകർഷണം തോന്നുമ്പോൾ അവന്റെ പുഞ്ചിരി കൂടുതൽ ആത്മാർത്ഥവും സ്വാഭാവികവുമാകും. അവൾ സംസാരിക്കുമ്പോൾ അവളുടെ തമാശകൾക്ക് ഒരുപക്ഷെ അത്ര രസകരമല്ലെങ്കിൽ പോലും അവൻ ചിരിക്കും. ആ ചിരിയിൽ സന്തോഷവും അംഗീകാരവും പ്രകടമാകും. ഇത് കേവലം സൗഹൃദപരമായ ഒരു ചിരിയല്ല, മറിച്ച് നിങ്ങളുടെ സാമീപ്യം നൽകുന്ന ആനന്ദം അതിൽ പ്രകടമായിരിക്കും. നാലാമതായി, ശ്രദ്ധയോടെയുള്ള സംഭാഷണങ്ങളും ചോദ്യങ്ങളുമാണ്. ഒരാൾ നമ്മളെ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തോന്നാറില്ലേ? ഒരു പുരുഷൻ താല്പര്യമുള്ള സ്ത്രീയോട് അവൻ പ്രത്യേക ശ്രദ്ധ നൽകും. അവൾ പറയുന്ന ഓരോ വാക്കും അവൻ ശ്രദ്ധയോടെ കേൾക്കും.
അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമെല്ലാം അവൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. അവന്റെ ഈ ചോദ്യങ്ങളിൽ യഥാർത്ഥ താല്പര്യവും അവളെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയും ഉണ്ടാകും. ഒരു സാധാരണ സംഭാഷണത്തിനപ്പുറം അവളെ മനസ്സിലാക്കാനും അവളുടെ ലോകത്തിലേക്ക് കടന്നു ചെല്ലാനുമുള്ള ഒരു ശ്രമമാണിത്. ആളുകൾക്ക് താല്പര്യമുള്ളവരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും അറിയാൻ സ്വാഭാവികമായും ആഗ്രഹം തോന്നും. അവന്റെ ചോദ്യങ്ങൾ ഉപരിപ്ലവമല്ലാതെ ആഴത്തിലുള്ളതാണ് എങ്കിൽ അത് തീർച്ചയായും ഒരു നല്ല ലക്ഷണമാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഇഷ്ടവിഷയങ്ങളെക്കുറിച്ച് അവൻ കൂടുതൽ അറിയാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ താല്പര്യം കാണിക്കും. അഞ്ചാമതായി, സഹായഹസ്തവും പിന്തുണയും. ഒരാൾക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ മുന്നിട്ടിറങ്ങുന്ന ഒരാൾക്ക് നമ്മൾ പ്രത്യേക പ്രാധാന്യം നൽകാറുണ്ട്. ഒരു പുരുഷന് താല്പര്യമുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവൻ അവൾക്ക് സഹായം വാഗ്ദാനം ചെയ്യാൻ മുന്നിട്ടിറങ്ങും. അതൊരു ചെറിയ കാര്യമായിരിക്കാം. ഉദാഹരണത്തിന്, ഒരു കനത്ത സാധനം എടുത്തു കൊടുക്കുക, ഒരു സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുക, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ മാനസിക പിന്തുണ നൽകുക. ഈ സഹായ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ അവൻ തന്റെ കരുതലും പിന്തുണയും പ്രകടിപ്പിക്കുകയാണ്. ഒരു സ്ത്രീക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അവനൊരു താങ്ങും തണലുമാകാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. അവളുടെ സന്തോഷവും സമാധാനവുമാണ് അവന്റെ ലക്ഷ്യം. ചിലപ്പോൾ നിങ്ങൾ പറയാതെ തന്നെ അവൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്യും. ആറാമതായി, പ്രശംസയുടെ ആത്മാർത്ഥത. അഭിനന്ദനങ്ങൾ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഒരു പുരുഷൻ ആകർഷണം തോന്നുന്ന സ്ത്രീയോട് അവളെ പ്രശംസിക്കാൻ തുടങ്ങും. അവളുടെ വസ്ത്രധാരണം, മുടി, ചിരി, ബുദ്ധി, അല്ലെങ്കിൽ അവൾ ചെയ്ത എന്തെങ്കിലും നല്ല കാര്യം, ഇവയൊക്കെ അവൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കും. ഈ പ്രശംസകൾ ഹൃദയത്തിൽ നിന്ന് വരുന്നതും ആത്മാർത്ഥവുമായിരിക്കും. ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അവളെ സന്തോഷിപ്പിക്കാനും ഈ പ്രശംസകൾക്ക് കഴിയും. മനഃശാസ്ത്രപരമായി ഇത് വാലിഡേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് മറ്റൊരാളിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്നത് ഈ ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കും. വെറുതെയുള്ള പ്രശംസയല്ല, മറിച്ച് നിങ്ങളിലെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രശംസയാണിത്. ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നതിനപ്പുറം, നീ ഈ പ്രൊജക്റ്റ് ചെയ്ത രീതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിന്റെ കഴിവ് അപാരമാണ് എന്നിങ്ങനെ നിങ്ങളുടെ കഴിവുകളെയും വ്യക്തിത്വത്തെയും പ്രശംസിക്കാൻ അവൻ ശ്രമിക്കും. ഏഴാമതായി, ചെറിയ സ്പർശനങ്ങളിലൂടെയുള്ള അടുപ്പം. വാക്കുകൾക്കതീതമായ ഒരു ഭാഷയുണ്ട് സ്പർശനങ്ങൾക്ക്. സംഭാഷണത്തിനിടയിലോ അല്ലെങ്കിൽ അടുത്തിടപഴകുമ്പോഴോ അവൻ അവളെ അറിയാതെ സ്പർശിക്കാൻ ശ്രമിക്കും. അത് തോളിൽ ഒരു കൈവയ്ക്കുകയോ കൈകളിൽ അറിയാതെ തട്ടുകയോ അല്ലെങ്കിൽ നടക്കുമ്പോൾ അവളുടെ കൈകളിൽ അറിയാതെ തൊടുകയോ ഒക്കെ ആകാം. ഈ ചെറിയ സ്പർശനങ്ങൾ അടുപ്പവും സ്നേഹവും പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു ഉപബോധ മനസ്സിന്റെ ശ്രമമാണ്. ഇത് കേവലം ശാരീരികമായ ഒരു അടുപ്പമല്ല, മറിച്ച് വൈകാരികമായൊരു ബന്ധം സ്ഥാപിക്കാനുള്ള ആഗ്രഹമാണ്. ഇത്തരം സ്പർശനങ്ങൾ സാധാരണയായി സൗഹൃദപരമായതിനേക്കാൾ അല്പം കൂടുതൽ വ്യക്തിപരമായിരിക്കും. ഈ സ്പർശനങ്ങളിൽ ഒരുതരം കരുതലും വാത്സല്യവും നിങ്ങൾക്ക് അനുഭവപ്പെടും. എട്ടാമതായി, ദീർഘനേരമുള്ള സാമീപ്യത്തിനുള്ള ആഗ്രഹം. ഇഷ്ടമുള്ള ആളോടൊപ്പം സമയം ചെലവഴിക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അവൻ അവളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കും. ഒരുമിച്ച് സിനിമ കാണാൻ പോവുക, ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ വെറുതെ സംസാരിച്ചിരിക്കുക. ഈ സാമീപ്യം അവൻ ആഗ്രഹിക്കും. അവന്റെ ദിനചര്യയിൽ അവൾക്കൊരു സ്ഥാനം നൽകാൻ അവൻ ശ്രമിക്കും. കൂടുതൽ സമയം ഒരുമിച്ച് ചെലവഴിക്കുന്നതിലൂടെ ആഴത്തിലുള്ള ഒരു ബന്ധം കെട്ടിപ്പടുക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. ഇത് പ്രണയബന്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. തിരക്കിട്ട ജീവിതത്തിനിടയിലും അവൻ നിങ്ങളോടൊപ്പം സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവന് പ്രധാനപ്പെട്ടവളാണെന്നാണ്. നിങ്ങളുടെ കൂടെയുള്ള ഓരോ നിമിഷവും അവൻ ആസ്വദിക്കുന്നുണ്ടെന്ന് അവൻ മുഖഭാവങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും വ്യക്തമാക്കും. ഒൻപതാമതായി, സമ്മാനങ്ങളിലൂടെയുള്ള ശ്രദ്ധയും കരുതലും. സമ്മാനങ്ങൾ നൽകുന്നത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു പരമ്പരാഗത മാർഗമാണ്. ചിലപ്പോൾ അവൻ ചെറിയ സമ്മാനങ്ങൾ നൽകാൻ തുടങ്ങും. അതൊരു പൂവാകാം, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാകാം, അല്ലെങ്കിൽ അവൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും. ഈ സമ്മാനങ്ങൾ അവന്റെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രതീകങ്ങളാണ്. ഈ സമ്മാനങ്ങൾക്ക് വലിയ വിലയുണ്ടായിരിക്കണമെന്നില്ല, പക്ഷേ അതിലെ സ്നേഹത്തിന് വലിയ മൂല്യമുണ്ടാകും. അവൻ നിങ്ങളുടെ ഇഷ്ടങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അതോർത്ത് സമ്മാനങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടെന്നും ഇത് വ്യക്തമാക്കുന്നു.
ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓർത്തു നൽകുന്ന ഒരു ചെറിയ സമ്മാനം പോലും വലിയ സന്തോഷം നൽകും. ഇതവൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. 10ാമതായി ഓർമ്മശക്തിയുടെ തെളിവ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരാൾ ഓർമ്മിക്കുമ്പോൾ അത് നമുക്കൊരു പ്രത്യേക സന്തോഷം നൽകില്ലേ? അവൾ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ ചെറിയ വിവരങ്ങളായിരിക്കാം. അവൻ ഓർമ്മിക്കുകയും പിന്നീട് അതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, അവൾക്കിഷ്ടപ്പെട്ട ഒരു പാട്ടോ അവൾക്കിഷ്ടമില്ലാത്ത ഒരു ഭക്ഷണത്തെക്കുറിച്ചോ അവൻ ഓർമ്മിച്ചെടുക്കാം. നിങ്ങൾ വെറുതെ പറഞ്ഞ ഒരു കാര്യമായിരിക്കാം അത്, പക്ഷേ അവൻ അത് ഓർത്തു വയ്ക്കുകയും ഇതവൾക്ക് താൻ എത്ര പ്രധാനപ്പെട്ടവളാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. കാരണം ഒരാൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നമ്മളെക്കുറിച്ച് ആത്മാർത്ഥമായ താല്പര്യമുണ്ട് എന്നാണ്. അവൻ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ വിശദാംശങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. 11ാമതായി സുഹൃത്തുക്കളോടും കുടുംബത്തോടും അവളെക്കുറിച്ച് അവൻ സംസാരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടവരെക്കുറിച്ച് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കാറുണ്ട്. ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ആത്മാർത്ഥമായി താല്പര്യം കാണിക്കുമ്പോൾ അവൻ അവളെക്കുറിച്ച് തൻ്റെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കാൻ തുടങ്ങും. നല്ല കാര്യങ്ങൾ മാത്രം അവൻ അവരെ അറിയിക്കും. ഇത് അവളുടെ പ്രാധാന്യം അവൻ്റെ ജീവിതത്തിൽ വർദ്ധിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അവൻ അവളെ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത്. അവൻ്റെ ഏറ്റവും അടുത്ത ആളുകൾക്ക് അവളെക്കുറിച്ച് അറിയാമെങ്കിൽ അവൻ ആ ബന്ധത്തെ ഗൗരവമായി കാണുന്നുവെന്ന് മനസ്സിലാക്കാം. അവൻ്റെ ലോകത്തേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന ഒരു രീതി കൂടിയാണിത്. 12ാമതായി നിരന്തരമായ ആശയവിനിമയത്തിനുള്ള ശ്രമമാണ്. ഇഷ്ടമുള്ളവരുമായി സംസാരിക്കാൻ നമുക്കെപ്പോഴും ആഗ്രഹം തോന്നും. അവൻ അവൾക്ക് പതിവായി സന്ദേശങ്ങൾ അയക്കുകയും വിളിക്കുകയും ചെയ്യും. അത് എന്ത് ചെയ്യുന്നു എന്ന ലളിതമായ ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പങ്കുവയ്ക്കലായിരിക്കാം. ഒരുപക്ഷെ ഒരു നല്ല ദിവസത്തെക്കുറിച്ച് പറയാനോ ഒരു പ്രശ്നം പങ്കുവയ്ക്കാനോ അവൻ നിങ്ങളെ വിളിച്ചേക്കാം. ഈ ആശയവിനിമയം അവൾ അവൻ്റെ മനസ്സിലുണ്ടെന്നും അവനുമായി ബന്ധം നിലനിർത്താൻ അവൻ ആഗ്രഹിക്കുന്നു എന്നുമുള്ളതിൻ്റെ സൂചനയാണ്. അവൻ നിങ്ങളുമായി നിരന്തരം ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നത് അവൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിങ്ങളുമായി പങ്കിടാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. നിങ്ങളുടെ പ്രതികരണങ്ങൾക്കായി അവൻ ആകാംക്ഷയോടെ കാത്തിരിക്കും. 13ാമതായി സാമൂഹിക മാധ്യമങ്ങളിലെ ശ്രദ്ധയും പങ്കാളിത്തവുമാണ്. ഇന്നത്തെ ലോകത്ത് സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അവൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടുമ്പോൾ അവൻ അത് ലൈക്ക് ചെയ്യുകയും കമൻറ്റുകൾ നൽകുകയും ചെയ്യും. ഇത് കേവലം ഒരു സോഷ്യൽ മീഡിയ പ്രതികരണമല്ല, മറിച്ച് അവൾ ചെയ്യുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അതിൽ താല്പര്യമുണ്ടെന്നും അറിയിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. ചിലപ്പോൾ അവൻ അവളുടെ പഴയ പോസ്റ്റുകൾ പോലും ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഓൺലൈൻ സാന്നിധ്യത്തിൽ പോലും അവൻ താല്പര്യം കാണിക്കുന്നുവെങ്കിൽ അതവൻ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. നിങ്ങളുടെ ലോകത്തിൽ ഒരു ഭാഗമാകാൻ അവൻ ആഗ്രഹിക്കുന്നു. 14ാമതായി വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും അംഗീകരിക്കുന്നത് ആ ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കും. അവൾക്ക് പ്രത്യേക ദിവസങ്ങൾ, ഉദാഹരണത്തിന് അവളുടെ ജന്മദിനം അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവൻ ഓർമ്മയിൽ സൂക്ഷിക്കും. ഇത്തരം വ്യക്തിപരമായ വിവരങ്ങൾ ഓർമ്മിക്കുന്നത് ആ ബന്ധത്തിന് കൂടുതൽ ആഴം നൽകുന്നു. അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവൻ ശ്രമിക്കും. ഒരുപക്ഷെ തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും അവളുടെ സന്തോഷത്തിന് വേണ്ടി അവൻ ചെയ്യാൻ തയ്യാറാകും. ഇത് സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. നിങ്ങളുടെ സന്തോഷമാണ് അവൻ്റെ സന്തോഷമെന്ന് അവൻ തെളിയിക്കും. അവൻ നിങ്ങളുടെ ഹോബികളിൽ താല്പര്യം കാണിക്കുകയും അവയിൽ നിങ്ങളോടൊപ്പം ചേരാൻ ശ്രമിക്കുകയും ചെയ്യും. സ്നേഹിതരെ, പ്രണയത്തിൻ്റെ ഈ ലക്ഷണങ്ങൾ ഒരു സൂചന മാത്രമാണ്. ഓരോ വ്യക്തിയും ഈ ലക്ഷണങ്ങൾ വ്യത്യസ്ത രീതികളിൽ പ്രകടിപ്പിച്ചേക്കാം. ചിലർ കൂടുതൽ തുറന്നു പറയുമ്പോൾ മറ്റു ചിലർ അത് ഉള്ളിലൊതുക്കിയേക്കാം. എങ്കിലും ഈ അടയാളങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പുരുഷന് നിങ്ങളോട് ആത്മാർത്ഥമായ ആകർഷണമുണ്ടോ എന്ന് നിങ്ങൾക്കൊരു പരിധിവരെ മനസ്സിലാക്കാൻ സാധിക്കും. ഓർക്കുക, സ്നേഹം എല്ലായ്പ്പോഴും പ്രകടമാക്കപ്പെടുന്നത് വലിയ കാര്യങ്ങളിലൂടെ മാത്രമല്ല, ഇത്തരം ചെറിയ സൂചനകളിലൂടെയുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങൾ നിറയട്ടെ. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.